ഇന്ത്യ മറ്റൊരു ചാമ്പ്യൻസ് ട്രോഫി ഫേസ് ചെയ്യുന്നത് 2017-ലാണ്. ഫൈനലിൽ ഇന്ത്യ നേരിടേണ്ടി വന്നത് പാകിസ്ഥാനെയായിരുന്നു. ഇതുവരെ ഒരു ICC ടൂർണമെന്റിലും ഫൈനലിൽ പാകിസ്ഥാൻ ഇന്ത്യയെ തോൽപ്പിച്ചില്ല. ആ ആത്മവിശ്വാസം ഇന്ത്യക്കുണ്ടായിരുന്നു. പാകിസ്ഥാൻ നേടിയത് 338 എന്ന ഭീമാകാരമായ റൺസായിരുന്നു. ഈ മല കയറി ഇറങ്ങാൻ ഇന്ത്യൻ ബാറ്റേഴ്സിന് കഴിയുമെന്ന് തന്നെ ഇന്ത്യ ജനങ്ങൾ മുഴുവൻ വിശ്വസിച്ചു. ഒരു മഹാത്ഭുതം സംഭവിക്കുമെന്ന് എല്ലാവരും പ്രത്യാശിച്ചു. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ പാകിസ്ഥാൻ ബൗളേഴ്സിന് മുമ്പിൽ മുട്ടുമടക്കുന്നതും കുത്തിതെറിക്കുന്നതുമാണ് നമ്മൾ കണ്ടു നിന്നത്. ആ മാച്ചിൽ ഫൈനലിൽ വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് നമ്മൾക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല. ഇന്ത്യയുടെ മുഴുവൻ പ്രതീക്ഷയുമായിരുന്നു അന്ന് അവിടെ അവസാനിച്ചത്. പിന്നീടിറങ്ങിയ ബാറ്റ്സ്മാൻമാരെ ഒന്നൊന്നായി കൊഴിയുമ്പോൾ ഹാർദിക് പാണ്ഡ്യ മാത്രമാണ് ചെറുതായി ഒരു ചെറുത്തുനിൽപ്പ് നടത്തിയത്. ഉഗ്രൻ സിക്സറിലൂടെയും പുറകെ ബൗണ്ടറികൾ നേടിയും അദ്ദേഹം ഇന്ത്യക്ക് പ്രതീക്ഷയുടെ ഒരു ചെറുനാം വിട്ടു. പക്ഷേ അധികം വൈകാതെ ജഡേജയുടെ ഒരു മിസ് കോളിൽ വന്ന റണ്ണൌട്ടിൽ ഹാർദിക് വിക്കറ്റ് ആവുകയും ചെയ്തു. അങ്ങനെ 337 റൺസ് എന്ന ഭീമാകാരമായ ടോട്ടൽ ചേസ് ചെയ്യാനെത്തിയ ഇന്ത്യ 158 റൺസിൽ ഓൾ ഔട്ട് ആവുകയായിരുന്നു. പാകിസ്ഥാന് 180 റൺസിന്റെ വിജയം. ചരിത്രത്തിൽ ഇന്ത്യയെ ഒരു വേൾഡ് കപ്പ് സീരീസിൽ പാകിസ്ഥാൻ ഇത്രയും റൺസിന് തോൽപ്പിക്കുന്നത് അന്നത് ആദ്യമായിരുന്നു, അതും ഒരു ഫൈനലിൽ.